നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതിയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഭക്തപ്രിയനായ ഭഗവാൻ നാരായണനും ഭക്തോത്തമനായ നാരായണ ഭട്ടതിരിപ്പാടും. എല്ലാവർക്കും നമസ്കാരം. ശ്രീമൻ നാരായണീയത്തിലെ 100-ാം ദശകത്തിലെ 10-ാമത്തെ ശ്ലോകം രചിച്ചുകൊണ്ട് നാരായണീയം എന്ന മഹത്തായ ഗ്രന്ഥം ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധു ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. ഇതേ ദശകത്തിലെ 11-ാമത്തെ ശ്ലോകം സമസ്താപരാധം ക്ഷമിക്കുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ്. മഹായോഗികൾക്ക് ഭഗവാന്റെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും മാധുര്യമേറുന്നതും മോക്ഷം പ്രാപിച്ചവരുടെ നിവാസസ്ഥാനവും ഭക്തന്മാർക്ക് അവരുടെ അഭിലാഷങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്നതുമായ ഭഗവാന്റെ ഉള്ളങ്കാൽ എൻ്റെ മനസ്സിലമർന്നിരുന്ന് ലോകരക്ഷകനായ ഗുരുവായൂരപ്പ ശ്രീകൃഷ്ണ ഭഗവാനെ എല്ലാ ദുഃഖങ്ങളും നശിപ്പിച്ച് പരമാനന്ദത്തിൻ്റെ പ്രവാഹം എന്നിൽ അനുസ്യൂതമായി നിറയണമേ എന്ന് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ പാദങ്ങൾ ഭക്തിപൂർവം ആത്മാർത്ഥതയോടെ ഭജിച്ചാൽ മറ്റൊന്നും വേണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദ്വാപരയുഗാന്ത്യത്തിൽ വൃന്ദാവനത്തിലെ ഗോപികമാർ ഭഗവാന്റെ പാദം പതിച്ച മണൽത്തരികൾ തലയിലും ശരീരത്തിലും അണിയുവാൻ മത്സരിച്ചത്. അക്രൂരൻ കൃഷ്ണൻ്റെ പരമഭക്തനായിരുന്നുവെങ്കിലും കംസൻ്റെ ആജ്ഞയെ ധിക്കരിക്കാനുള്ള ധൈര്യക്കുറവുകൊണ്ട് വൃന്ദാവനത്തിലെത്തി ശ്രീകൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അക്രൂരൻ വൃന്ദാവനത്തിലെത്തിയ സമയത്ത് അവിടുത്തെ പരപ്പിൽ പതിച്ചിരുന്ന ഭഗവാന്റെ കാലടിപ്പാടുകൾ കണ്ടപ്പോൾ അക്രൂരന് ഗർഗമുനി മുൻപേ പറഞ്ഞുകൊടുത്ത പാദമുദ്രകൾ ഓർമ്മ വന്നു. പൂഴിമണലിൽ പതിച്ചിരുന്ന ഭഗവാന്റെ കാലടിപ്പാടുകൾ വ്യക്തമായി ദർശിച്ചു. ദാമോദരൻ്റെ പാദങ്ങളിൽ ധ്വജം, താമര, വജ്രം, അങ്കുശം, യവം എന്നീ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. 2 പാദങ്ങളിലുമായി 16 രേഖകൾ. വലതുപാദ മധ്യത്തിലായി ധ്വജരേഖ. അങ്കുലിയുടെ താഴെ താമര. വലത് ഭാഗത്ത് വജ്രം. വജ്രത്തിൻ്റെ മുൻഭാഗത്ത് അങ്കുരം. അങ്കുഷ്ടമൂലത്തിൽ യവം. അതിൻ്റെ താഴെ സ്വസ്തികം. മുകളിൽ അഷ്ടകോണം. ഇടതുകാൽ പാദത്തിൻ്റെ മുൻവശത്ത് നിന്ന് 4 വിരൽ താഴെ ഇന്ദ്രധനുസ്. മധ്യത്തിൽ ത്രികോണം. അതിനരികെ അമൃത കലശം. ത്രികോണരേഖയുടെ താഴെ അർദ്ധചന്ദ്രരേഖ. എല്ലാത്തിനും മുകളിൽ 2 ബിന്ദുക്കൾ. എല്ലാ രേഖകളുടെയും താഴെ മത്സ്യരേഖ. ഇന്ദ്രധനുസ്സിനു താഴെ ഗോഷ്പദരേഖ. 2 പാദത്തിനും ഒരുപോലെ ജംബുരേഖ.
ഇനി കഥയിലേക്ക് കടക്കാം. 1000-ലധികം കടുകട്ടിയായ സംസ്കൃത ശ്ലോകങ്ങൾ 27-ാമത്തെ വയസ്സിൽ 3 മാസം കൊണ്ട് രചിച്ച് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന് സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന വാതരോഗം നിശ്ശേഷം മാറി വളരെ സന്തോഷത്തോടെ ഗുരുവായൂരിൽ നിന്നും സ്വന്തം ഇല്ലത്തേക്ക് മടങ്ങി. നാരായണീയം എന്ന ഈ മഹത് ഗ്രന്ഥം രചിച്ചതോടെ ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തി നാടെങ്ങും പരന്നു. മലയാളക്കരയിലുള്ള പണ്ഡിതന്മാർ മാത്രമല്ല, അന്യദേശങ്ങളിലുള്ള സംസ്കൃത പണ്ഡിതന്മാരും ഭട്ടതിരിപ്പാടിനെ വളരെയധികം പ്രശംസിച്ചു. ഇത്രയധികം പ്രശംസകളും അഭിനന്ദനങ്ങളും ലഭിച്ചപ്പോൾ ഭട്ടതിരിപ്പാടിന് അഹങ്കാരം അല്ലെങ്കിൽ പാണ്ഡിത്യഗർവ് ഉണ്ടായോ എന്ന് സംശയം. അങ്ങനെ അദ്ദേഹം സ്വന്തം ഗൃഹത്തിൽ വിശ്രമജീവിതം നയിക്കുന്ന കാലം ഒരു ദിവസം ചെറിയ ഓലക്കുട ചൂടിക്കൊണ്ട് ഒരു ഉണ്ണി നമ്പൂതിരി ഭട്ടതിരിപ്പാടിൻ്റെ ഇല്ലത്തേക്ക് വന്നു. ആ ബാലന് കൂടിയാൽ 8-9 വയസ്സ് പ്രായം തോന്നിക്കും. പക്ഷേ മുഖത്ത് അസാമാന്യമായ തേജസ്. ഭട്ടതിരിപ്പാടിന് ആ കുട്ടിയുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. അത്രയും ആകർഷണം ആ ബാലൻ്റെ മുഖത്തുണ്ടായിരുന്നു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഭട്ടതിരിപ്പാട് ഉണ്ണി നമ്പൂതിരിയെ ആതിഥ്യ മര്യാദയോടെ സൽക്കരിച്ചു. ഉണ്ണി നമ്പൂതിരിയുടെ ഇല്ലപ്പേരും മറ്റും ചോദിച്ചറിഞ്ഞു. ഈ പ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുണ്ടെന്ന് വർത്തമാനത്തിൽ നിന്നും മനസ്സിലായി. ഭട്ടതിരിപ്പാട് അത്യധികം സന്തോഷത്തോടെ താൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ച നാരായണീയം എന്ന ഗ്രന്ഥം ഉണ്ണി നമ്പൂതിരിക്ക് വായിക്കാൻ കൊടുത്തു. ആദ്യത്തെ ശ്ലോകം വായിച്ചപ്പോൾ തന്നെ ഉണ്ണി നമ്പൂതിരിയുടെ നെറ്റി ചുളിയുന്നത് ഭട്ടതിരിപ്പാട് ശ്രദ്ധിച്ചു. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒരു തെറ്റുണ്ടെന്ന് ഈ ബാലൻ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഭട്ടതിരിപ്പാട് ശരിക്കും ഞെട്ടി. കാരണം തൻ്റെ നാരായണീയം എന്ന ഈ ഗ്രന്ഥം വായിച്ച സർവ പണ്ഡിതന്മാരും മുക്തകണ്ഠം പ്രശംസിച്ചതല്ലാതെ ഒരു തെറ്റുപോലും ആരും ചൂണ്ടിക്കാട്ടിയിട്ടില്ല. പക്ഷേ ഈ ഉണ്ണി നമ്പൂതിരി തെറ്റ് സ്പഷ്ടമായി ഭട്ടതിരിക്ക് കാണിച്ചു കൊടുക്കുകയും ആ തെറ്റ് ഭട്ടതിരിക്ക് വ്യക്തമായി മനസ്സിലാവുകയും ചെയ്തു. രണ്ടാമത്തെ ശ്ലോകം വായിച്ചപ്പോൾ 2 തെറ്റ്. ആ തെറ്റും ഭട്ടതിരിക്ക് മനസ്സിലായി. മൂന്നാമത്തെ ശ്ലോകം വായിച്ചപ്പോൾ 3 തെറ്റ്. എന്തിനേറെ പറയുന്നു, 10 ശ്ലോകം വായിച്ചപ്പോൾ 10 തെറ്റ്. ഭട്ടതിരിപ്പാട് അക്ഷരാർത്ഥത്തിൽ വിയർത്തു കുളിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉൾവിളിയുണ്ടായി. തൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ഉണ്ണി സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ഭട്ടതിരിപ്പാട് ഉണ്ണി നമ്പൂതിരിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. ഉണ്ണി നമ്പൂതിരിയോട് ഭട്ടതിരിപ്പാട് തെറ്റുകൾ വരുത്തിയതിൽ ക്ഷമായാചനം നടത്തി. ഉണ്ണി നമ്പൂതിരി സാക്ഷാൽ ഗുരുവായൂരപ്പനായി ഭട്ടതിരിപ്പാടിന് ദർശനം നൽകി അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അങ്ങയുടെ ശ്ലോകങ്ങളിൽ തെറ്റൊന്നും ഇല്ലെന്നും ശരി തെറ്റാക്കാനും തെറ്റ് ശരിയാക്കാനും എനിക്ക് കഴിയും. എൻ്റെ പരമഭക്തനായ അങ്ങേക്ക് പാണ്ഡിത്യഗർവ് ഇല്ലാതാകാൻ പാടില്ലെന്ന് കരുതിയാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. ഇത് കേട്ടപ്പോൾ ഭഗവാനെ ശരിക്കും ദർശിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഭട്ടതിരിപ്പാടിൻ്റെ കണ്ണുകളിൽ നിന്നും ആനന്ദാശ്രുക്കൾ നിറഞ്ഞു കവിഞ്ഞു. തൻ്റെ പരമഭക്തന്മാരെ ഭഗവാൻ എപ്പോഴും കൈവിടില്ല. ഭഗവാൻ അവരുടെ കൂടെ തന്നെയുണ്ടാകും എന്ന് മാത്രമല്ല,
അവരുടെ ന്യൂനതകൾ പരിഹരിച്ച് അവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യും. നന്ദി, നമസ്കാരം.